പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം നല്ല ഭരണമല്ലേ? അതെ. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാൽ കഴിയുന്നത് പ്രവർത്തിക്കുക. അതെ. ശരി, അനുഗ്രഹിക്കണം. ഓക്കെ. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ വികസനം, പെൻഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ആ വികസനം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. പെൻഷനുണ്ട്, എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. വികസനത്തിന് ഒരു വോട്ടാണ് LDF സ്ഥാനാർത്ഥികൾ ചോദിക്കുന്നത്. ഏറത്ത് പഞ്ചായത്തിലെ മണക്കാല വാർഡിലാണുള്ളത്. സ്ഥാനാർത്ഥി ലിജോയുണ്ട്. ലിജോ വോട്ട് തേടി എത്തുമ്പോൾ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവർ പറയുന്നത് പെൻഷനെ പറ്റി അവർ പറയുന്നു അല്ലേ? പെൻഷൻ കൂട്ടിയത് വലിയ സഹായമാണ്. എന്താണ് വലിയ സഹായമാണ്. 2000 മാർക്കിനെ പറ്റി എന്താണ് പറയുന്നത്? കുഴപ്പമില്ല, 2000 രൂപ നല്ല കാര്യം സർക്കാർ ചെയ്യുന്നത്. കിട്ടി. ഉണ്ട്, അച്ഛനും ഉണ്ട്, എനിക്കുണ്ട്. എനിക്ക് കൈ കൊണ്ട് തരും അച്ഛൻ്റെ ബാങ്കിൽ. വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സ്വീകാര്യത ലഭിക്കുവാണ്. ഈ സ്വീകാര്യത ലഭിക്കാൻ കാരണം നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനം മുമ്പോട്ട് വെക്കുന്നുണ്ടാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനം മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ഇവിടുത്തെ UDFന് അത് വികസനം എന്ന് പറയുന്നൊരു കാര്യം പറയാനില്ല. അവർ മറ്റു പല കാര്യങ്ങളും കുപ്രചരണങ്ങൾ പറഞ്ഞിറക്കിക്കൊണ്ട് നടക്കുകയാണ്. അതല്ലാതെ ഒരു വികസനത്തെക്കുറിച്ച് നമ്മൾ വികസനം മാത്രം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. അത് മാത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലപോലെ നമ്മളിൽ നല്ല ബോധ്യമുണ്ട്. നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും വികസനം മാത്രമാണ്. ലിജോ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ലിജോയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം സ്വാഭാവികമായിട്ട് കേരള കോൺഗ്രസ് ബിയുടെ തന്നെയാണ്. കേരള കോൺഗ്രസ് ബിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുമ്പോൾ അത് ബസ്സാണ്. ആ ബസ് കിട്ടിയതിൽ സന്തോഷമുണ്ടോ? ബസ് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ R. ബാലകൃഷ്ണ സാറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നേതൃത്വം നൽകുന്ന പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് 22 വർഷമായിട്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് ഫ്രണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ കമ്മിറ്റി പ്രസിഡൻറ്റ് തൊട്ട് സംസ്ഥാന അധ്യക്ഷൻ വരെ ആവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം എങ്ങനെ പത്തനാപുരത്തെ കൊണ്ടു നടക്കുന്നു അതുപോലെ തന്നെ മണക്കാലെ കൊണ്ടുപോകാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രാപ്തനാണെന്ന് ഒരു ബോധ്യം എനിക്കുണ്ട്. മണക്കാലക്കാരും നമ്മുടെ വികസനത്തിൻ്റെ ബസ്സിൽ കയറണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മണക്കാലക്കാർ ഉറപ്പായിട്ടും വികസനത്തിൻ്റെ ബസ്സിൽ ഈ പ്രാവശ്യം കയറും. അത് അവരുടെ വീടുകളിൽ സന്ദർശിക്കും തോറും എനിക്ക് കിട്ടുന്ന ഏക പോസിറ്റീവ് സാധനം വികസനത്തിൻ്റെ ബസ്സിൽ മണക്കാലക്കാരെല്ലാം കയറും. അപ്പം തീർച്ചയായിട്ടും ആശംസിക്കുന്നു. വികസനത്തിൻ്റെ ബസ്സിൽ തന്നെ മണക്കാലക്കാർ കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമുണ്ടൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.